ഓലക്കമ്പം കാണാൻ വന്നേ, പക്ഷേ കാണാൻ പറ്റൂലേ. കൊള്ളാം, ആദ്യമായിട്ടല്ലേ കാണുന്നേ. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം ഞങ്ങളിപ്പം എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഓലക്കമ്പം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡിയായി, അച്ഛൻ റെഡിയായി നിൽക്കുവാണ്. ഇനിയിപ്പം ഞാനും കൂടെ അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാനായിട്ട് പോകാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അച്ചു ഓലക്കമ്പം കണ്ടിരിക്കുക. നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, ലോങ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കണ്ടോ, അതാണ് സംഭവം. കാണിച്ചു തരാം. ഇവിടെ തീർന്നു, ഇതിനകത്ത് പരലിപ്പൊക്കെ ഇടുമായിരുന്നു, അപ്പം ഇങ്ങനെ പൊട്ടും. അതാണ് സംഭവം ഓലക്കമ്പം എന്ന് പറയുന്നത്. അപ്പം കണ്ടോ, ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാം, ആദ്യമായിട്ടല്ലേ കാണുന്നേ. അങ്ങനെ ഞങ്ങൾ ഭരണിക്കൽ അമ്പലത്തിൽ ഓലക്കമ്പം കാണാൻ വേണ്ടി വന്നത്. പക്ഷെ നിൽക്കാൻ പറ്റില്ല, അടുത്ത് നിൽക്കാൻ പറ്റില്ല, അതേ കണക്കിട്ട് ചൂടാ. നമ്മളിപ്പോ നല്ല ദൂരെ നിൽക്കുന്ന. ഞാൻ സൂം ചെയ്താ കാണിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ വേണേൽ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, നല്ല ചൂടാ, നല്ല ചൂടാ. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വലിയ ഇതായിരുന്നു. ഇനിയിപ്പോ അതിനകത്ത് അടിക്കും. കണ്ടോ, ഇടയ്ക്ക് ഇതിനകത്ത് പരലുപ്പിട്ട് കൊടുത്ത് കണ്ടായിരുന്നു. പരലുപ്പിട്ട് കൊടുത്ത് പിന്നെ കമ്പിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ അടിക്കുന്നവരെ സമ്മതിക്കണം, ഇത്രയും ചൂടത്ത് പോയി. അതെ, അതില് ഒരാളെ എനിക്ക് നല്ലോണം അറിയാം. ആ അടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ, ആ വലിയ കമ്പ് പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ എനിക്ക് നല്ലോണം അറിയാം. അയ്യോ അതല്ല, പോയി വിശ്വരണം പോയി. അതിനെ അടിച്ച് താഴോട്ടിടാൻ പോകുന്നുണ്ട്. അതിനെ അടിച്ച് താഴോട്ടിടുവോ വേണ്ട. ഭയങ്കര പൊക്കത്തിൽ നിന്ന്. അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, ലോങ് എടുത്തിട്ടുണ്ട്. ഷോർട്ട് എടുത്തിട്ടുണ്ട്, ഷോർട്ട് ഇട്ട് കൊടുക്കുക. അറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതിപ്പോ ഞങ്ങളുടെ അമ്പലം കേട്ടോ, ഇത് ഭരണിക്കാവ് ക്ഷേത്രം. നല്ല ദൂരം നിൽക്കുക, അടുത്ത് പോയി നിൽക്കാൻ ഒരു മാർഗമില്ല. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാ. ഒരു ഷോട്ട് ഇതാണ്. ഇത് ഓൾറെഡി പൊട്ടിച്ചത്, ഇവിടെ സന്ധ്യക്ക് പൊട്ടിക്കത്തില്ലേ ആ സംഭവം. ഇത് കത്തി തീരാറായി. അല്ല ഇതോ, ഇനി കത്തത്തൊന്നുമില്ല. അതൊക്കെ അവര് ദീപാരാധനയൊക്കെ ആ സമയത്ത് കത്തിക്കുന്ന സംഭവം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കാനൊന്നും. എവിടെ ഇത് കഴിഞ്ഞു ഇത് കണ്ടിട്ട് പോകും. സത്യം പറഞ്ഞ അച്ഛന് ഭയങ്കര പേടിയാട്ടെ, അതുകൊണ്ട് മാറി മാറി പോവാ. അച്ചു നടന്ന് റോഡിലെത്തി. ഞാനെങ്കിൽ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എവിടെ നിന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീർന്നു ഇനി കണ്ടോ. എല്ലാം ഓലയുടെ ബാലൻസ് ഉള്ള എല്ലാം എടുത്തിട്ടിട്ട് അതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കത്തി കണ്ടോ. കഴിഞ്ഞു, അടിക്കുന്നുണ്ടോ, കാണാൻ പറ്റുമോ? കണ്ടോ, അടിക്കുന്നുണ്ട്. ഇനി നിൽക്കാൻ പറ്റത്തില്ല, ഇനി അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. നല്ല ദൂരം നിൽക്കുന്നത്. 2x ഇട്ട് സൂം ചെയ്താൽ നിങ്ങൾ കാണിച്ചു തരണോ. അടിക്കുന്നുണ്ട്, അടിച്ചിട്ട് തിരിച്ച് ഓടിപ്പോയി. ഇവിടെ ദോഹിക്കുന്നു, ഉച്ച നിൽക്കുന്നുണ്ടോ ഇവിടെ. ഞാൻ പറഞ്ഞേ, നീ പേടിച്ച് ഇത്രയും ദൂരം വന്ന് നിൽക്കുവാന്ന്. പേടിച്ച് മാത്രമല്ല, ചൂട് ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ ബാക്കിൽ നിന്ന് കാറ്റടിക്കുന്നുണ്ട്. അത് റോഡാ, ബാക്കിൽ റോഡാ. അതുകൊണ്ടാ ഞങ്ങള് നല്ല ദൂരേക്കാണ്. എന്നിട്ട് നല്ല പോലെ അടിക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല ദൂരം. ആ കേറാലോ. ഇനി വിളക്കെടുപ്പുണ്ട്. ഈ പരിപാടി ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. കുഞ്ഞു വീഡിയോ ആയിരിക്കും അല്ലേ, വളരെ കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമ്മൾ കുറെ ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. എന്താന്ന് വെച്ചാൽ വലിയൊരു ബ്രേക്ക് വന്നല്ലേ. ചെറിയ ബ്രേക്ക് ഒന്നും അല്ല, വലിയ ബ്രേക്കാണ്. ആ ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. കുറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചു നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലെന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ എന്തായാലും നമ്മുടെ അമ്പലത്തിന്റെ അല്ലേ ഒന്ന് എടുത്തിട്ടേക്കാന്ന്. കൂനമ്പായിക്കുളത്തെ ഉത്സവം ഇന്ന് തീരും, പക്ഷെ പോകാൻ പറ്റുമോന്ന് അറിയത്തില്ല. പോകാൻ പറ്റുമോ? 9 മണി അങ്ങ് ഉണ്ടായി.
ഇവിടെ അടിക്കുന്നുണ്ടോ? നോർമലായിട്ട് പറ്റത്തില്ല. 2x ഇട്ടാലും ഇത്രയും കിട്ടത്തുള്ളൂ എനിക്ക്. മാക്സിമം അടുത്ത് നിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, ദേവി പുറത്തിറക്കി നല്ല എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. നമുക്കും പോയാലോ? പോവാം. ഇനി നമുക്ക് മറ്റേ ഒന്ന് പോയി നോക്കാം. ഇനി നമുക്ക് മറ്റേ അമ്പലത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട്. ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പം അച്ചു പക്ഷേ ഇവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അച്ചു തൊഴാൻ പോയി. ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. തൊഴാനായിട്ട് പോയിക്കുക. ദേവിയെ കൊണ്ടുവന്ന് പുറത്തിറക്കിയിട്ട് ഇതാണ്ട തിരുവാർണം കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പൊക്കോണ്ടിരിക്കുക. അച്യുതോ അവിടെ നിൽപ്പുണ്ട്. തൊഴാനായിട്ട് അവിടെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് പോയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഷൂസ് ഇട്ടുകൊണ്ടെങ്കിൽ വരും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അച്ചു പോയി കണ്ടിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വരികയാണ്. കണ്ട കേട്ടില്ല? ഒരു സംശയം ചോദിക്കാവൂ, കൂടുതൽ ചോദിക്കരുത്. കിടപ്പും പിന്നെ ഇവിടെ കഥകളിയുണ്ട്. രാത്രി കഴിഞ്ഞ വർഷമല്ലേ നമ്മൾ രാത്രി വന്ന് കഥകളിയുടെ ഇത് കണ്ടത്, വരയ്ക്കുന്നതൊക്കെ കണ്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ വ്ളോഗിനകത്തുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് ഓർമ്മയില്ല. ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നുണ്ടെന്ന്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ആനയുടെ ലോങ് വീഡിയോ എടുത്തില്ല. ദൈവം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അവിടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. കറങ്ങി വരും ദേവിയുടെ വാളൊക്കെ ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പന ഫുള്ള് മറിയണമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ മറിഞ്ഞില്ല. അത് മറിച്ചുകൊണ്ടിരിക്കുക അവർ. അങ്ങനെയാണ് അത് മറിയോ? അത് കത്തി കത്തി മറി. ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി അല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ഒരു സംഭവം. ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനി ഓരോ ദിവസം കഴിയും തോറും ലൈറ്റ് കൂടി വരും. ഓരോ ദിവസവും ലൈറ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ കൂടി വരും. പിന്നെ ഇവിടെ സ്റ്റേജ് പരിപാടികളോ ഇവിടെ എല്ലാം വൃത്തിയാവും. അപ്പോൾ കുറേയൊക്കെ വൃത്തിയായി കിടക്കുവാണ്. നമുക്ക് കുനമ്പേക്കുളത്ത് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. രണ്ട് നിഴൽ നമ്മളാണ്. പക്ഷെ നേരിട്ട് കാണാൻ നീളം ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നോക്കാൻ നിഴലിൽ നല്ല നീളമുണ്ട്. നിഴലിന് നല്ല നീളമുണ്ട്. ഞാൻ നോക്കട്ടെ. ആനയെ കാണാൻ പറ്റും. ആദ്യം താലപ്പൊലിയൊക്കെയാ, അത് കഴിയുമ്പോഴാണ് ആന വരുന്നത് അല്ലേ? ആദ്യം താലപ്പൊലിയൊക്കെയാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ടേ ആന വരുള്ളൂ. അച്ഛനത് നോക്കി നിന്ന് പെടലി വരെ ആയിപ്പോയി. നല്ല ഹൈറ്റായിരുന്നു, അതുകൊണ്ട് നോക്കി നിന്ന് പെടലി ഇതായത്. പോവാന്ന് കുറേ നേരം പറയുന്നുണ്ട്. ആനയെ കാണിച്ചു കൊടുക്കണം. ആനയെ കാണാൻ വേണ്ടി ഇരുന്നതാ. എന്നാ പോവാം. കഥകളിയുണ്ട്. പകുതി റെഡി ആയിക്കുന്നു. ഓരോരുത്തർ ഉറങ്ങുന്നു. അകത്ത് മുഖത്ത് വരച്ചുകൊണ്ടിരിക്കും. മുഖത്ത് വരയ്ക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട സെയിം സംഭവം, നേരത്തെ കണ്ട ആ സംഭവമാണ് ഇവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഭയങ്കര ചൂട് കേട്ടോ. അടുത്തോട്ട് പോകാൻ വയ്യാത്ത ചൂട്. ഭയങ്കര ചൂട് ആണ്. ഭയങ്കര ചൂടാ. അത് ഇച്ചിരി ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ കയറാം. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. എന്തായാലും നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അച്ചു അപ്പോഴത്തേക്ക് കവചമൊക്കെ അണിഞ്ഞ് സെറ്റായി പോകാനായിട്ട് വയ്യ. ഇനി അച്ഛന് അടുത്ത അമ്പലത്തിലും കൂടെ ഒന്ന് പോയി അതും കൂടെ ഒന്ന് കാണണം. നോക്കാം നമുക്ക്. കമ്പം നടത്തിയപ്പോഴേ നമ്മൾ ആക്ച്വലി ദൂരെയല്ലേ നിന്നത്. ഇതൊക്കെ വണ്ടിക്കകത്ത് മൊത്തം ആ ഓലയുടെ ഇത് തീയുടെ. ഇതാണ് എൻ്റെ കോളേജ്. ഇതാണ് എൻ്റെ കോളേജ്. ഇത് ഫ്രണ്ട് മാത്രം ഒന്ന് പുതുക്കിയല്ലേ? എനിക്കറിയത്തില്ല, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അത് ഞാൻ ഉള്ള സമയത്ത് തന്നെ ഒന്ന് പുതുക്കിയതല്ലേ. അയ്യോ, അതല്ല എൻട്രൻസ് ഇതാ മാറ്റിക്കളയുന്നു. ഇത് കണ്ട, ഇവിടെയാണ് ഞാൻ പഠിച്ചത്, എൻ്റെ അമ്മ പഠിച്ചത്, എൻ്റെ കുഞ്ഞമ്മ പഠിച്ചത്. എല്ലാരും ഇവിടെ പഠിച്ചത്. അമ്മയൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ ഞാനിവിടെ പഠിക്കാതിരിക്കുന്ന മോശമില്ല. അങ്ങനെ ഞാനിവിടെ പഠിച്ചു. എൻ്റെ കോളേജ് കാണിക്കാൻ എന്തുവാ? SN കോളേജ്. ഇത് ശാരദാ മഠം. ഇത് നമ്മുടെ ക്യാമ്പസ്. ഇതാണ് വീട്ടിൻ്റെ കോളേജ്. ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് മെയിൻ ഗേറ്റ്. പക്ഷെ ഈ ഗേറ്റ് തുറന്ന് കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത്
കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഗേറ്റാ തുറക്കുന്നത്. ഈ ഒരു ഗേറ്റ് തുറക്കും. പുതിയതായിട്ട് കെട്ടിയേക്കുന്ന ബിൽഡിംഗ്. ഇനി നമ്മളെവിടെ പോകുന്നു? നമ്മൾ മേടിക്കാനായി പോകുന്നു. നമ്മൾ അതിഥിയിലേക്കുള്ള യാത്രയാണ്. ഇത് താഴെ റെയിൽവേ ട്രാക്കാണ്. റെയിൽവേ ട്രാക്കിന്റെ അല്ലേ ഇത് കണ്ടോ? ആ ഇവിടെ ഇത് വരുന്നുണ്ട്. എന്തുവാ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ജിമ്മുണ്ട്, പിന്നെ വേറെന്തോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരുപാട് സംഭവം ഉണ്ട്. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് അതിഥിയിലേക്കാണ്. ഉണ്ടോന്നറിയില്ല. അങ്ങനെ ഊണും ഒരു മീൻകറിയും മേടിച്ചു. അതെ, നമ്മള് അതിഥിയിൽ ഇന്ന് ഭയങ്കര തിരക്ക് കേട്ടോ. ഭയങ്കര തിരക്ക്. ഇതാണ് ഹോട്ടല്. ഭയങ്കര തിരക്കാ ഇവിടെ. കവചം. ഭയങ്കര തിരക്ക്. ഭയങ്കര ആളുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ടാണ് നല്ല ആളുണ്ട്. പക്ഷെ അല്ലാത്ത ദിവസം ഇത്രയും തിരക്ക് നമ്മൾ വരുന്ന ടൈമിലില്ല. ഇല്ല, സാറിന് ഞങ്ങൾ ഈ ടൈമിൽ വരുമ്പോൾ കാണാറില്ല. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്ക്. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. ആണ്ട കവറൊക്കെ ഫോണ്. ഇവിടെ ബ്രിഡ്ജില് പെയിന്റ് അടിക്കുന്നു. എല്ലാം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ബ്ലൂ ആണോ? വേറൊരു കളർ അല്ലേ? ഉദ്ഘാടനം താഴത്തെ അതിൻ്റെത് മാർച്ച് 3-ാം തീയതി. അതിന് മുമ്പ് വൃത്തിയാക്കുന്നത്. ഇന്ന് 3 മറ്റന്നാൾ. ഇന്നായിരുന്നു ഉദ്ഘാടനം. 1 പഠിക്കാനായിട്ട് പോവുകയാണ്. അവിടെ റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ലൈൻ വന്ന് തുടങ്ങി. മൂന്നാമത്തെ ലൈനാണ് ഇത്. കാണിച്ചു കൊടുത്തേ. ഇതാണ് പുതിയതായിട്ട്. ഇതാണ് ഉദ്ഘാടനം. ഉദ്ഘാടനമാണോ കഴിഞ്ഞ? ഇന്നാണെന്നാണ് എന്റെ വിശ്വാസം. ആയിരുന്നെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ വന്നിരിക്കുന്നല്ലോ. അപ്പൊ ഇന്നായിരുന്നു. അതാ ഇന്നലെ തകർത്തിയായിട്ട് പണി നടന്നു. ബാലൻസ് പണി നടക്കുമല്ലോ. നോക്കെ ചെസ് ഇതൊക്കെ എത്ര നാളത്തേക്ക് ഇതാണെങ്കിൽ കിടക്കുമോ എന്തോ. ഒരു പിടുത്തമില്ല. 3 കടകളൊക്കെ ഉണ്ട്. ഇന്നായിരുന്നു. കഴിഞ്ഞു. ഇപ്പൊ നമ്മള് കേറുന്നില്ല. പോവാ. കണ്ട അകത്തൊക്കെ എന്തൊക്കെയാ ഉണ്ടടാ. ഈ പാർട്ടിക്കാരുടെ എന്താ നടക്കുന്നത്? പാർട്ടിക്കാരുടെ എന്തോ നടക്കുന്നുണ്ട്. എന്തായാലും ഭാഗ്യം ഇവിടുത്തെ കുഴിയൊക്കെ അടച്ചു കേട്ടാ. റോഡിൽ കുറെ കുഴി ഉണ്ടായിരുന്നു. അതെല്ലാം അടച്ചു വെച്ചേ. അവിടുന്ന് കറിയൊക്കെ മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് വീഡിയോ എടുത്തോ? വന്നിരുന്ന് വിശപ്പ് കാരണം കഴിച്ചു. അല്ലേടാ? ഞാനും കഴിച്ചു തീർന്നാണ്ട. കഴിച്ചു കഴിഞ്ഞപ്പോഴാ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞു. അമ്മയുടെ കഥ പറഞ്ഞപ്പോഴേ ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തതാ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പോയിട്ട് ഇവിടെ വന്ന് വീണ്ടും കുളിച്ചിട്ട് നമുക്ക് വൈകിട്ട് അമ്പലത്തിലും പോകണം. അപ്പം നോക്കാം. ഇന്ന് മഴക്കോളടിക്കുന്നു. ചായ കൂടിയായി. എന്നിട്ടും വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നാൽ നല്ലൊരു സ്നാക്സും ഉണ്ടായിരുന്നു ഇന്ന് അല്ലേ? അടിപൊളിയൊരു സ്നാക്സ്. കസ്റ്റർഡ് ബൺ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം കഴിക്കുന്നത്. ഒരെണ്ണം ഇരിപ്പുണ്ട്. കാണിച്ചു തരാം. കണ്ട ഇത് നമ്മുടെ ക്രീം ബണ്ണില്ലേ? ക്രീം ബണ്ണ് കണക്ക്. സൈസ് കൂടുതലാ. ഫില്ലിങ് സംഭവം കൊള്ളാം. വെറൈറ്റി ആയിട്ട് കൊള്ളാം. ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ചായ. സത്യത്തിൽ ചൂട് സമയത്ത് ചായ കുടിച്ചുകൂടാ. അതൊന്നുമില്ല. അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോ കാണാം. കണ്ടച്ചിറ റോഡ് കടവ്. ജീവനാണ് ജീവിക്കണം. ജീവനാണ് അഷ്ടമുടി. ജീവിക്കണം. അങ്ങനെയാണോ? കണ്ടച്ചിറ റോഡ് കടവ്. കായലിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. കടവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ അനൗൺസ് ചെയ്യും. നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ? വന്നത് നമ്മളിവിടെ മെയിൻ ആയിട്ട് വന്നത് ഒരു റീൽസിന്റെ ഇൻട്രോ എടുക്കാനായിട്ടാണ്. നമ്മൾ ഒരുപാട് തവണ എടുത്തു. മഴ കാരണം
അതെ, അങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും വന്നും മാറിയും ഒക്കെ നിന്നിട്ടാ. ഒരുപാട് പ്രാവശ്യമായി. നമ്മൾ കുറെ നേരം മഴ കാരണം മാറി നിന്ന് പിന്നെ തിരിച്ചു വന്ന് നമുക്ക് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോണ്ടായിരുന്നു. ഉച്ചയ്ക്കല്ല, രാവിലെ പോണ്ടായിരുന്നു. പോകാൻ പറ്റില്ല. ഉച്ചയ്ക്കും പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് അച്ഛൻ വിളിച്ചായിരുന്നു. അച്ഛൻ കടവൂർ അമ്പലത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്നലെയും പോകാൻ പറ്റില്ല. വൈകുന്നേരമെങ്കിലും പോയെന്ന് തൊഴണമെന്നുണ്ട്. ഉണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇനിയിപ്പോ അച്ഛന്റെ കുടുംബ അമ്പലത്തിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നു. നാളെ ഉത്സവമാണ്. ദേവനെ നമ്മൾ പോയില്ല, പോവാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയാലോ? ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഡ്രീംസ് മോളിലേക്കാണ്. അതെ, സംഭവം എന്താ അറിയോ, നല്ല മഴ ഉണ്ട്. അതല്ല, നമ്മുടെ ഇത് കണ്ടാ ബൈപ്പാസ് പാലം, ഒരുപാട് പാലം ഉണ്ട്. അതെ, പുതിയ പാലവും വന്നല്ലേ? പുതിയ പാലം വന്ന് നടുക്കത്തെ ഡിവൈഡർ കട്ട് ചെയ്തിട്ട് അതിന്റെ സൈസ് കറക്റ്റ് ചെയ്യുന്നുണ്ടാ. രണ്ട് സൈഡിലും സെയിം സൈസ് ആയിട്ട് വീതി കറക്റ്റ് ചെയ്യും. ഇവരിവിടെ കട്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നു അടുത്ത ഡിവൈഡർ വീതി കണ്ടോ. അപ്പൊ ഇത് നമ്മുടെ കായൽ, നമ്മുടെ അഷ്ടമുടി കായൽ. പിന്നൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെയിൽ കൊണ്ട് പൊരിയുന്ന നമുക്ക് ഇന്നൊരു ആശ്വാസമായിട്ട് മഴ വന്നു. എന്താ പറയാ, ഒരു